നമ്മൾ എൻജോയ്മെൻ്റ് ആഗ്രഹിക്കാത്തവർ വളരെ കുറവാണ്. ഇനി കപ്പിൾസ് ആയിക്കോട്ടെ, ഇനി ഫാമിലി ആയിക്കോട്ടെ, ഇനി നമ്മളെ ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ, നമ്മളെപ്പോഴും ആലോചിക്കലുണ്ട് നമുക്കൊന്ന് ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ എൻജോയ് ചെയ്യണം എന്നൊക്കെ. എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഒതുങ്ങിക്കൂടിയ ചില സാലറി അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങിക്കൂടിയ ചില ഇൻകം, ബിസിനസ് ആയിക്കോട്ടെ, നമ്മളൊരു സെറ്റിലായിട്ടുള്ളൊരു സാലറി ആയിക്കോട്ടെ, നമുക്ക് പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ വൈറ്റ്സൊക്കെ എൻജോയ് ചെയ്യുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ വൈറ്റ്സ് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കലുണ്ട് ഇവർക്കൊക്കെ ഇവിടുന്ന് എത്രമാത്രം വരുമാനം എന്നൊക്കെ. അപ്പോൾ ഇതിനൊക്കെ റീസൺ എന്ന് പറഞ്ഞാൽ അവരൊക്കെ വർഷങ്ങളായിട്ട് ഫോറസ്റ്റ് ട്രേഡിലും ബാക്കിയുള്ളിടത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പാസീവ് ഇൻകം, മന്ത്ലി ഇൻകത്തിൻ്റെ കൂടെ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കിയിട്ട് അത് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളെ സേവിങ്സിൽ നിന്ന് നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫോറസ്റ്റ് ട്രേഡിലേക്ക് കൊണ്ടുവന്നിട്ട് ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിച്ച് എക്സ്പേർട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്കും